പൂർണ്ണനായ ശ്രീമാൻ സേതുമാധവൻ കോഴിക്കട്ടയുടെ ഒരു പുസ്തക പ്രകാശനവുമായി ശ്രീമാൻ ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് അവരുടെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ മട്ടന്നൂർ, ശ്രീ ടി.കെ. ദിലീപ് കുമാർ കതിരൂർ, ശ്രീ ഭാഗ്യനാഥ് ചമ്പാർ വ്യക്തിത്വങ്ങൾ. സ്വാഗതജീവിയാണ്. കാരണം അദ്ദേഹം ആശംസാ ഭാഷണം നടത്തിയ നാട്ടിലെ സംവിധായകര്, നാടക സംവിധായകര് വഴിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീമതി ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് നമ്മോട് സംവദിക്കുകയാണ്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഈ പുസ്തകം കണ്ടിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി. ദേവലോകത്ത് ദേവന്മാരും അസുരന്മാരും നൃത്തം കാണുകയാണ്. അന്ന് ദേവാസുരന്മാർ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ഒന്നിച്ച് ഇരിക്കും ഒക്കെ ചെയ്യാം. പക്ഷേ അതിനിടയിൽ ഒരു നാടകം കൂടി അവതരിപ്പിച്ചു. ഈ നാടകത്തിൽ അസുരന്മാരെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അസുരന്മാർക്കിടയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ മോശമായി ചിത്രീകരിച്ച് നാടകം കളിച്ചു. അതോടുകൂടി അസുരന്മാർ ഈ നാടകശാല ആക്രമിക്കുകയും അതിൽ അഭിനയിച്ച ആളുകളൊക്കെ അടിച്ചോടിക്കുക. ചടങ്ങ് പ്രകാശനം നിർവഹിക്കുവാനായി ശ്രീമൻ ചന്ദ്രൻ മാസ്റ്ററെയും ഈ പുസ്തകം സ്വീകരിക്കുവാനായി ശ്രീ ടി.കെ.ഡി. മുഴപ്പിലങ്ങാട് അവர்களെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രകാശനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീമൻ ചന്ദ്രൻ മാസ്റ്ററെ നമ്മോട് സംവദിക്കുവാനായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതിലേക്ക് കടന്നു പോകേണ്ടതാണ്. പിന്നെ മറ്റു പാരമ്പര്യമൊക്കെ മറ്റാരും പറയുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കാതെ വയ്യ, നമ്മുടെ ഇന്ത്യയിൽ ജാതി ഉണ്ടാക്കി വെച്ചാൽ കുശുമ്പ് ചെറുതൊന്നുമില്ല. ഇപ്പോഴും അതിൻ്റെ ദുരനുഭവമുണ്ട്. പക്ഷെ അതെല്ലാം നിൽക്കെ ഈ വാസ്തുവിദ്യ ഉണ്ടല്ലോ, വാസ്തുവിദ്യയുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ പയ്യന്നൂര് നിലവിളക്ക് ഉരുളി, അതൊരു വാസ്തുവിദ്യ തൊട്ടപ്പുറത്ത് വരുന്നില്ലേ. ഇവർക്കൊക്കെ കൂടി നേതൃത്വം കൊടുക്കാവുന്ന വിശ്വകർമ്മ, ഇപ്പൊ വിശ്വകർമാക്കള് എന്ന ഒരു വിഭാഗം, നമ്മളത്തെ എഞ്ചിനീയേഴ്സ്. അപ്പൊ നമ്മുടെ ഇന്ന് മോഡേണായ എഞ്ചിനീയർമാരെന്ന് പറയുമ്പോൾ ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്, എല്ലാ തരത്തിലും പെട്ട എഞ്ചിനീയറിംഗ്. വാസ്തുശാസ്ത്ര രംഗത്തെ സാഹിത്യപരമായ വൈജ്ഞാനികമായ ഗ്രന്ഥപരമ്പരകളിലൂടെ മലയാളിയെ തങ്ങളുടെ പാരമ്പര്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തുശാസ്ത്രം. ഇപ്പൊ നിങ്ങളെ അച്ചടിച്ച പുസ്തകമാണ് കണ്ടതെങ്കിൽ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി ശ്രീ സേതുമാധവൻ കോഴിക്കട്ടയുടെ വീട്ടിൽ വെച്ച് എനിക്ക് കാണുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. കൃതികളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വായിക്കാം. ഒന്ന് ദാരുശില്പകല ഉത്തര കേരളത്തിൽ പഠന ഗ്രന്ഥമാണ്. ശില്പദീപകം വിവർത്തനം DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. ശില്പശാസ്ത്രം വിവർത്തനം പറമ്പും പാർപ്പിടവും ലേഖനം കൂപശാസ്ത്രം പ്രകാശിക DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. കന്നിമൂല കപ്പൽ കാവുകൾ. പിന്നെ ഡോക്ടർ സേതുമാധവൻ കോഴിക്കട്ടയുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിച്ച മതിയാണ്.
ഈ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും പുസ്തക ലൈനികവുമായി ബന്ധപ്പെട്ട് നിരന്തരം തലശ്ശേരിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും അദ്ദേഹവും കണ്ടുമുട്ടാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തിൻ്റെ വിഷമം എത്രമാത്രമെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇത്തരം പുസ്തകം, ഈ പുസ്തകത്തിലൂടെ വാസ്തുശാസ്ത്രത്തിൽ തൽപരരായവർക്കും അല്ലാത്തവർക്കുമൊക്കെ അതിനുള്ളിലെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള വിവർത്തന കൃതികളോ അല്ലെങ്കിൽ സ്വന്തം കൃതികളോ ഈ വായനാ ലോകത്തിന് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഗണിതത്തിന്റെ തിയറിയിൽ വരെ സ്നേഹം 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 എന്ന വാക്കാണ് കാണുന്നത്. പ്രകാശത്തെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി അവതരിപ്പിച്ചതും ഈ ഐസക്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഡോക്ടർ സേതുമാധവൻ കോയിത്തട്ടയുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എവിടെയോ ഗൂഢമായിട്ട് സ്നേഹത്തിനെ തേടിയുള്ള ഒരു യാത്രയാണോ അതിലുള്ളത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതെന്റെ സംശയമാകാം, അല്ലെങ്കിൽ ചിലപ്പോ ഈ വായനയിലൂടെയുള്ള എന്റെ കണ്ടുപിടുത്തം ആവാം. എന്ന് തന്നെയായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ബഹുദൂരം മുന്നോട്ട് പോകട്ടെ, സ്നേഹം തേടിയുള്ള ഒരു യാത്രയായിട്ട് മാറട്ടെ. ഈ പുസ്തകങ്ങൾ ഐസക് ന്യൂട്ടൺ പ്രകാശത്തിനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞതുപോലെ ഇതും അത് കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥി എന്നതാണ് ഏറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. മാഷ പുസ്തകം കിട്ടിയപാട് ഇങ്ങനെ ചൂടോടെ ഒരു പുസ്തകം കിട്ടിയാണ്ടെന്നുള്ള ആകാംക്ഷയിൽ ഇത്ര സമയം ആ പുസ്തകം കൈകാര്യം വെച്ചിരിക്കുകയായിരുന്നു. എന്നും മാഷയുടെ പുസ്തകം കിട്ടുക, അതായത് സംസ്കൃത ഭാഷയിൽ വലിയ ജ്ഞാനമൊന്നുമില്ലാതെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അറിയാമെന്നുള്ളതാണ്. മാഷ പോലെ ഉള്ള ആ പാണ്ഡിത്യമുള്ള ആളുടെ കയ്യിൽ നിന്ന് സംസ്കാരം മാത്രം ഈ വൈകികളിൽ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, വാസ്തുവിധാന തർപ്പണം. ആറന്മുളയിൽ വാസ്തുവിദ്യാപീഠത്തിലെ അധ്യാപകനായ AP ശിവൻ സാറിൻ്റെ ഒരു പുസ്തകം വാസ്തുവിധാന തർപ്പണം. അതിൽ മാഷ് കുറിച്ച ഒരു ആമുഖത്തിൽ കുറിച്ച ഒരു 4 വരികളുണ്ട്. അകാല മൃത്യുർലോകസ്യ വിരചയിത് വസുധാതനി യസ്തു കേവല ശസ്ത്രജ്ഞ കർമ്മസ്വപരിനിഷ്ഠത സമുഹ്യതി ക്രിയാകാലേ ദൃഷ്ട്വാ ഭീരുവിവാഹം കേവലം കർമ്മയോ വ്യക്തി ശാസ്ത്രാത്മം ഗച്ഛതി. എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു ഗുരുനാഥൻ്റെ ഒരു ഉപദേശം പോലെ ഈ ആമുഖത്തിലെഴുതിയ അല്ലെങ്കിൽ ഈ അവതാരികയിലെഴുതിയ ആമുഖത്തിലെഴുതിയ ശ്ലോകം ഞാൻ കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കർമ്മരംഗത്ത് ഒരു ശില്പി, ഒരു ശാസ്ത്രജ്ഞൻ കേവലമായിരിക്കുന്ന ശാസ്ത്രം മാത്രം പഠിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങിയാൽ അയാൾ അകാലമുക്തി നൽകുന്ന ഒരു അകാലമുക്തി നൽകുന്ന കാലനായി മാറുന്നു. ഇത് പ്രായോഗിക ശാസ്ത്രം മാത്രം മുതലായ ഒരാൾ കർമ്മരംഗത്തിൽ ഇറങ്ങിയാൽ ഒരു ഭീരുവായി മാറും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗണിതത്തിൻ്റെ ഈ പ്രവൃത്തി, വിവർത്തന പ്രവൃത്തി ഞാൻ ഒരു 6 കൊല്ലം മുമ്പേ ആരംഭിച്ചതാണ്. കുറേ അധ്യായങ്ങൾ എഴുതിയപ്പോൾ ഒരു ദിവസം നമ്മുടെ സംസ്കൃത പണ്ഡിതൻ OK മുൻഷിയുടെ ശിഷ്യനാണ് മലപ്പുറം ഗംഗാധരൻ സാർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു, ഇതൊക്കെയാണ് എൻ്റെ പ്രവൃത്തി. ഓരോ അധ്യായവും ത്തിലെയും ശ്ലോകങ്ങൾ ദിവസങ്ങളായി കുറച്ച് എഴുതി പൂർത്തിയാക്കുകയാണ് ചെയ്തിരുന്നത്. അത് കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഗ്രന്ഥം എഴുതേണ്ടത് KK വാര്യർ ചിത്രലക്ഷണം എന്ന പുസ്തകം എഴുതിയതുപോലെ ആയിരുന്നു മനസ്സിലുള്ളത്. അതായത് ശ്ലോകങ്ങളെല്ലാം ഒരു ഭാഗത്ത്, വിവർത്തന സാരങ്ങളൊക്കെ മറുഭാഗത്തിങ്ങനെ ഒന്നിച്ച് 2 പുസ്തകം പോലെ ഒരു പുസ്തകത്തിൽ ചേർത്ത് വരുമ്പോഴാണ് വിശ്വകർമാവിനെ പറ്റി എനിക്ക് ആരാണ് വിശ്വകർമാവ് എന്ന ബോധ്യമുണ്ടായത്. എനിക്ക് മനസ്സിലായത് അത് വിശ്വകർമാവിൻ്റെ ഭാര്യ ഗായത്രി ആണ്, വിശ്വകർമ്മ ഗായത്രിയാണ് എന്ന് ബോധമുണ്ടായത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ 2ാമത്തെ ചിത്രം വിശ്വകർമ്മ ഗായത്രിയുടെ ഇതായിട്ട് ഞാനറിയാതെ ഇതിൻ്റെ കമ്പോസിറ്റർ ഇങ്ങനെ
നൽകുകയുണ്ടായി. ആ അദൃശ്യമായ രൂപമാണ് ഇവിടെ ദൃശ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. വിശ്വകർമാവിനെ കൂടുതൽ ആഴത്തിൽ ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ 13 അധ്യായങ്ങളുള്ളതായ ഒരു പുസ്തകമാണിത്. 13 അധ്യായത്തിൽ വിശ്വകർമാവ് എത്രയോ അധികം ശാസ്ത്രസത്യങ്ങൾ പറയുകയുണ്ടായി. അത് ജ്യോതിഷം, അതുപോലെ തന്നെ ശകുനശാസ്ത്രം വേറെ പുസ്തകം നോക്കേണ്ടതില്ല. അതിനേക്കാളധികം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വിശ്വകർമാവ് സങ്കല്പിച്ചിട്ടുണ്ട്. ശകുനശാസ്ത്രം, അതുപോലെ തന്നെ ശില്പനിർമ്മാണ ശാസ്ത്രം വിശ്വകർമാവ് പ്രവചിക്കുന്നത്. വാസ്തുദോഷം ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് അതിന് കവിഞ്ഞ രൂപത്തിലാണ് സ്വർണത്തിൻ്റെ ആ സാങ്കല്പികമായ ആ ഭാവം, അതായത് അതിൻ്റെ പ്രകൃതിയിലുള്ളതായ ഗുണം, സ്വർണത്തിൻ്റെ ഗുണം പ്രത്യേകം തന്നെയാണ് എന്ന് വിശ്വകർമാവ് അനുശാസിക്കുന്നുണ്ട്. പിന്നീട് ഈ അധ്യായത്തിൽ പല ശാസ്ത്രങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വാസ്തുശാസ്ത്രം വിശ്വകർമാവ് ഗോപ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വാസ്തുശാസ്ത്രം ഗൂഢാത്ഗൂഢപരം, ഇതം ശാസ്ത്രം ഗൂഢാത്ഗൂഢപരം എന്നാണ്. ഇത് ഗൂഢമായിട്ടുള്ള ശാസ്ത്രമാണ്, എല്ലാവർക്കും അത് വെളിപ്പെടുത്തുന്ന രൂപത്തിൽ പറയുവാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ശിഷ്യന്മാരും കേട്ടു നിൽക്കുന്നവരും തെറ്റായിട്ട് കണ്ട് ജനങ്ങളെ തെറ്റായി ഉത്ബോധിപ്പിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഗോപ്യമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശാസ്ത്ര ഗ്രന്ഥത്തിൽ വായിച്ചു നോക്കുമ്പോൾ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇടയ്ക്ക് വാസ്തുവിനെ പറ്റി പറയും, ഇടയ്ക്കിടയ്ക്കാണ് വാസ്തുവിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ആ കാര്യങ്ങൾ മാത്രം വായിച്ചു നോക്കുമ്പോൾ വാസ്തുവിൻ്റെ കഥ നമുക്ക് മനസ്സിലാവും. വാസ്തു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ അന്തർലീനമായിട്ട് കാണാൻ കഴിയുന്നത്. കുറേ ഈ വീട്ടുകൂടലിൻ്റെ രംഗത്തിൽ വിശ്വകർമാവ് പറയുകയാണ്, ഞാൻ എല്ലാ ജനങ്ങളെയും, എല്ലാ ദേവന്മാരെയും, എല്ലാ അസുരന്മാരെയും, എല്ലാ ജീവജാലങ്ങളെയും ഞാൻ ഒരു ചരടിൽ കെട്ടുകയാണ്. ഒരു ചരടിൽ എല്ലാവരെയും കെട്ടിയിട്ട് ആണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നത്. ആ ക്ഷണിക്കുന്ന ആളുകളിൽ തന്നെ 3 തലയുള്ളവർ, 8 തലയുള്ളവർ, കുറേ കാലുകൾ ഉള്ളവർ, കുറേ കണ്ണുകൾ ഉള്ളവർ, ധാരാളം അവയവങ്ങൾ ഉള്ളവർ, അങ്ങനെ എല്ലാതരം മനുഷ്യന്മാരെയും കാണുന്നു. എന്ന് വരുമ്പോൾ അദ്ദേഹം കുറേ കാലം യുഗങ്ങളിൽ പല രൂപത്തിൽ പല പ്രദേശങ്ങളിൽ ജീവിച്ചു ജനങ്ങളെ മനസ്സിലാക്കി എന്നാണ് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് പറഞ്ഞു പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്നാൽ ആരാണ്? ഒരു മനുഷ്യൻ രാജാവാണ്. അദ്ദേഹത്തിന് ഏറ്റവും ആയിട്ട് കിട്ടുന്ന ഉന്നത സ്ഥാനം ഒരു ഭൂമിയുടെ അധിപതി രാജാവാണ്. ആ രാജാവായിട്ടുള്ള ആ മനുഷ്യൻ പിന്നീട് എത്ര കോടി ധ്യാനം ചെയ്താലും, എത്ര തപസ് ചെയ്താലും, എത്ര എന്താണ് ആയുരാരോഗ്യമായിട്ടുള്ള യോഗവിദ്യ ചെയ്താലും അദ്ദേഹം അവലനായ മനുഷ്യനെയാണ് ഈ ഗമനം നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വിശ്വകർമാവിലെ ശിഷ്യന്മാർ സ്ഥപതികൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് കാര്യമാണ്. അതായത് നേരെ ഒരു ഗൃഹത്തിൻ്റെ കട്ടില നേരെ നിൽക്കുന്നത് മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും നടുവിലൂടെയാണ് ഈ ഗമനം പോകുന്നത് എന്നാണ് വിശ്വകർമാവ് പറയുന്നത്. ഈ ഗമനം
മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ കോട്ടകൾക്കോ തൂണുകൾക്കോ ഒക്കെ തട്ടുകയാണെങ്കിൽ അത് ദോഷമാണ്. ആ ദോഷം പിന്നീട് ഗൃഹനാഥനെ ബാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഗമന ദോഷം നീക്കിയിട്ടുള്ളതായ വീടുകൾ. നടത്തുന്നതായ വലിയ ബുക്കുകൾ DC ബുക്സോ മാതൃഭൂമിയോ മറ്റേതെങ്കിലും ബുക്കുകളോ നിലനിൽക്കുകയില്ല എന്നാണ് തോന്നുന്നത്. അവനെല്ലാം തന്നെ ചെറിയ ചെറിയ സംഘങ്ങളായി പിരിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം നമ്മുടെ വാസ്തുദർശൻ ബുക്സിൽ തന്നെ എൻ്റെ ബുക്ക് ഇരിക്കട്ടെ, അത് എക്കാലമോ വാസ്തു നമ്മുടെ തന്നെ ആവട്ടെ എന്ന ചിന്തയോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, ഒരു 2 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ സേതുമാധവൻ കോയിത്തട്ടയുടെ ചില പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിശ്വകർമ്മ സമുദായത്തിലെ ഒരു അംഗം കൂടിയാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറെ പുറകോട്ട് പോയിട്ട് ലണ്ടനിലെ വൂൾസ്റ്റോപ്പ് എന്നു പേരായ ഒരു ഗ്രാമത്തിൽ എത്തേണ്ടതുണ്ട്. അവിടെയാണ് ലോകപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള ഐസക് ന്യൂട്ടൺ ജനിച്ചത്.